മിക്കിയുടെ സൺഡേ ബാത്തിങ്. കുളിപ്പിച്ച് കഴിയാറായോ? ഞാൻ ഇപ്പോഴാണ് കാണുന്നത്. എനിക്ക് ഇത്തിരി പണിയുണ്ടായിരുന്നു. അയ്യോ വെയിലായി പോയില്ലയോ. നോക്ക് പൊന്നുമോനെ, അമ്മയുടെ ഓമനെ, ഇങ്ങോട്ട് നോക്കിക്കേ. എല്ലാവർക്കും കുഞ്ഞിനെ എന്നും കാണണമെന്ന്. അയ്യോ ഒന്ന് ചൊറിഞ്ഞൊക്കെ കണ്ട. ഞായറാഴ്ചത്തെ കുളിയ കണ്ടോ. അവൻ്റെ ബ്രഷ് അങ്ങ് ഒടിഞ്ഞു പോയി. ഇനി ഒരു ബ്രഷ് മേടിക്കണം കേട്ടോ. മറക്കാൻ മേടിക്കണേ. നോക്ക് വല്ല ചെള്ളുവെല്ലാം കിട്ടിയോ? ഒരെണ്ണം. ഇവനെ എപ്പോഴും ഇങ്ങനെ കുളിപ്പിക്കുമ്പോൾ ഈ ഷാമ്പു ചെന്ന് കഴിയുമ്പോൾ ഈ എന്തെങ്കിലും ഈ ചെള്ളു പോലത്തെ സാധനം ഉണ്ടെങ്കിൽ അതങ്ങ് മയങ്ങി നമുക്ക് ഇതിൻ്റെ മണ്ടയ്ക്കൊന്നും പിടിക്കാൻ പറ്റും. ഒരെണ്ണം ഉണ്ടെങ്കിൽ നമുക്കറിയാം ഇവൻ ചൊറിയും. ഇങ്ങനെ ഒരുപാട് ശ്രദ്ധിച്ചെങ്കിൽ അല്ല ഇത്രയും മുടിക്കകത്തേ ഇരിക്കും നമ്മൾ അറിയത്തില്ല. അവൻ ചൊറിഞ്ഞു കാണിക്കുമ്പോഴാണ് നമ്മൾ തപ്പിയെടുക്കും അതിനെ. അതിപ്പോൾ ഈ പറമ്പിലോട്ട് വിടത്തില്ല. ഈ അസുഖങ്ങളുള്ളതുകൊണ്ട് വേറെ പട്ടികളൊക്കെ വരുമല്ലോ. അപ്പോൾ അത് പോയി അതിൻ്റെ മൂത്രമൊക്കെ ഇങ്ങനെ മണക്കുന്നതുകൊണ്ട് എങ്ങനെങ്കിലും അസുഖം വരുമോയെന്ന് പേടിച്ച് അവനെ മണ്ണിലോട്ട് വിടത്തില്ല. ചക്കരെ ഇങ്ങോട്ട് നോക്ക്. ഞാൻ കുളിക്കുവാന്ന് പറ കേട്ടോ. ഞാനേ കുളിക്കുവാന്ന് പറ. വാ തുറക്കുന്നു കേട്ടോ. മറ്റേ പല്ല് തേക്കുന്ന ശീലം ഉണ്ടല്ലോ. നിന്ന് കൊടുക്കുന്നുണ്ടോ? ഞാനൊക്കെ വലിയ ഇഷ്ടമാണ്. പുള്ളിയെ നമ്മളെപ്പോഴും ഇങ്ങനെ കരുതി ഇരുന്നോണം. കുളി ഇപ്പം തീരും. കുടയുന്ന എൻ്റെ അമ്മ. കുളി തീർന്നോ? തോർത്തുകൊണ്ട് വരാം. കണ്ടോ ഇത്രയേ ഉള്ളു ആള്. അരച്ചാൽ നീളവും ഉണ്ട്. ഓക്കെ. പിന്നെ എൻ്റെ രോമം ഇങ്ങനെ നനഞ്ഞു കഴിഞ്ഞാൽ എന്തോ ഉണ്ട് ഇവന്. ഇത്തിരിയല്ലേ ഉള്ളൂ. ആഹാരം ഇത്തിരിയേ ഉള്ളൂ. ആളും ഇത്തിരിയേ ഉള്ളൂ. കയ്യിലിരിപ്പാണെങ്കിലോ ഒത്തിരി. തോർത്താൻ നിൽക്കുക. അതൊക്കെ ഞാൻ മടക്കി വെക്കാം. അങ്ങ് തോർത്തിക്കോ. ഇവിടെ ക്ഷമ. ഇത് ഇത് സുധേൻ്റെ പോകുന്നു കേട്ടോ. സുധേൻ്റെ പോകുന്നു അതിനാ. എല്ലാം ഒക്കെ ഇഷ്ടമാണ്. പക്ഷേ ഇവിടെ ആരും വരുന്നതും പറമ്പിൽ ജോലി ചെയ്യുന്നു അതൊക്കെ ഇഷ്ടമാണ്. പക്ഷേ ഇവിടുന്ന് ഒരു സാധനവും ആരും എടുക്കരുത്. നമ്മുടെ മുറിക്കകത്തു നിന്നൊന്നും സാധനങ്ങളും പണി ആയുധങ്ങളും ഒന്നും എടുക്കരുത്. അതൊന്നും പുള്ളിക്ക് ഇഷ്ടമല്ല. അത് കാരണം അവരുമായിട്ടൊന്നും അടുക്കത്തില്ല. ഇതാ നിൽക്കുന്നുണ്ടോ. എടുത്തോ. വെയിൽ കൊള്ളിക്കണ്ട അധികം. രണ്ടുപേരും അധികം വെയിൽ കൊള്ളണ്ട. പിന്നല്ല. നോക്ക് അച്ഛനും ഇത് വലിയ പ്രിയമാണ് കേട്ടോ. ഇവിടെയുണ്ട് ഒരു ഷോയ. ഇപ്പോൾ ആൾക്കാരൊക്കെ പോകും. അതൊക്കെ കണ്ടിങ്ങനെ നിൽക്കും. ദേഷ്യം വരുന്നു. എപ്പോഴും അങ്ങ് ദേഷ്യമാങ്ങ്. നോക്കൂ ആരോ പോകുന്നു. ഇനി ഇവിടെ വന്ന് അധികം വെയിൽ കൊള്ളിക്കത്തില്ല. തോന്നു കഴിയുമ്പോൾ എടുത്ത് അകത്ത് കൊണ്ടുപോകും.